ഉള്ളത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഓഫ് സുൽത്താൻ ബത്തേരി മിസ്സസ് റിസീന അബ്ദുൽ ഖാദറാണ്. ബത്തേരിയുടെ വികസനത്തിനും പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പൊതുപ്രതിനിധിയാണ് ഇദ്ദേഹം. അപ്പൊ ഇന്ന് നമുക്ക് ചില ആശയങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അതിനാണ് ഈ അഭിമുഖം. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഈ രാഷ്ട്രീയത്തിലേക്കും നേതൃത്വത്തിലേക്കും വരാൻ ആഗ്രഹിക്കും. അപ്പൊ അവർക്കൊരു സന്ദേശം എന്തായിരിക്കും? നല്ല ചോദ്യ. കാരണം വനിതകൾ, പ്രത്യേകിച്ച് മുസ്ലിം വനിതകൾ എപ്പോഴും ഒരു പടി ബാക്കോട്ടാ അവർ പോവുക, ഒരിക്കലും മുമ്പോട്ടേക്ക് വരുന്നില്ല. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരു മത്സര രംഗത്തേക്ക് ഞാൻ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വിചാരിക്കുകയാണ്, ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് കുറച്ചും കൂടി നേരത്തെ എനിക്ക് മത്സര രംഗത്തേക്ക് വരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് മത്സര രംഗത്ത് വന്നിട്ടില്ല എന്നുള്ള ഒരു ഉൾവലിച്ചൽ എനിക്കിപ്പം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സ്ത്രീകൾക്ക് പറ്റിയ ഒരു പ്രവർത്തനം തന്നെയാണ് പൊതുപ്രവർത്തനം. ആരും തന്നെ പുറകോട്ട് പോകേണ്ടത്. കാരണം പൊതുപ്രവർത്തനം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ കഴിയണം. നമ്മൾ വേറൊരു ലക്ഷ്യത്തോടു കൂടി ഒരിക്കലും പൊതുപ്രവർത്തനം കാണിച്ചു നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്യാൻ, സേവന മെന്റാലിറ്റിയോടുകൂടി നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്ന് എനിക്ക് പറയാം. ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വലിയ പ്രശ്നമായിട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ. വേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. വേസ്റ്റ് വലിച്ചെറിയുക എന്നുള്ളത്. കാരണം നമ്മൾ ഇത്രയും ക്ലീൻ സിറ്റി ആയി കൊണ്ട് നടക്കുന്ന ഈ നഗരസഭയുടെ അണ്ടറിലുള്ള ഈ പ്രദേശങ്ങളൊക്കെ തന്നെ മാലിന്യമുക്ത കേരളം എന്നും പറഞ്ഞാണ് നമ്മൾ ലക്ഷ്യമിട്ട് പോകുന്നത്. പക്ഷെ അതെന്നിരുന്നാലും നമ്മളെ പറ്റി നമ്മൾ പറയുന്നില്ല. പുറത്തുനിന്ന് വരുന്നവരാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. വ്യാപാരികളും ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എന്നിരുന്നാലും വ്യാപാരികൾ നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് നമ്മളുമായിട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഈ വയനാട് കാണാനും ഇതൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നമ്മുടെ റൂൾസ് അറിയുന്നില്ല. എന്നിരുന്നാൽ ഉടനെ തന്നെ നമ്മൾ അവിടെ ബോർഡൊക്കെ വെച്ച് അവരെയും നമ്മൾ മാലിന്യമുക്ത കേരളത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകും. കാരണം എന്തായാലും ബത്തേരി മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ക്ലീൻ സിറ്റി ആയിട്ടുള്ള ഒരു ജില്ല, വയനാട് ജില്ല, പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി മണ്ഡലം തന്നെയാണ് നാം പറയുന്നത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏത് തരത്തിലുള്ള എല്ലാ മേഖലയിലും നമ്മൾ കടത്തി പോകണല്ലോ. കാരണം ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ഇത്രയും 36 ഡിവിഷനാണ് നമുക്ക്. ആ 36 ഡിവിഷനുകളിലും ഉള്ള എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളുടെയും പ്രയാസങ്ങൾ നമ്മളുടെ ഇടയിൽ വന്ന് പറയും. അത് കേൾക്കാനുള്ള മനസ്സും അതിനുള്ളൊരു സഹനശക്തിയും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എന്ന നിലക്ക് ഏതൊരാൾക്കും വേണം. കാരണം അത് കേട്ടിരിക്കുകയാണ്. നമുക്കൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അവരെ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാകും. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാവുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ വന്നത് ഏതാണ് എളുപ്പമായിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് എല്ലാം എളുപ്പം തന്നെയാണ്, ഒന്നും നമുക്ക് പ്രയാസമില്ല. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായ ഒരു മുനിസിപ്പാലിറ്റി. സാധാരണ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മൾ നികത്തി കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം അവരും നമ്മൾ നല്ല നിലക്ക് അവരുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പം 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയുമായിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഒരു ക്ലാസ് ഇവിടെ വെക്കുന്നുണ്ട്. നമ്മുടെ ഹോളിൽ തന്നെയാണ് വെക്കുന്നത്. കാരണം അതുപോലെയുള്ള സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ട് ഉണ്ടാവണം. കാരണം എന്നാൽ അവിടെ നിന്നാണ് നമുക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ വെറും പുസ്തകത്തിലുള്ള പഠനമല്ലാതെ സ്കിൽ ഡെവലപ്മെന്റ്, ജനറൽ നോളേജ്, പുറത്തുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് എത്രയും പെട്ടെന്ന് ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് സ്കൂളുകളിൽ തന്നെ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും സ്കിൽ ഡെവലപ്മെന്റിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. കാരണം കുട്ടികളെ പല രീതികളിലുള്ള വീടുകളിൽ, കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് മുമ്പോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ സ്കിൽ ഡെവലപ്മെന്റ് ഒരു ക്ലാസ് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രൗഡായി കൊണ്ടുപോകുന്നത് എന്റെ കുടുംബം തന്നെയാണ്. ഞാൻ എത്രയും, കാരണം ഒരു കുടുംബിനി ആയിരുന്നു ഞാൻ.
ആ കുടുംബിനിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിനെ സെറ്റാക്കി എടുത്തു. എപ്പോഴും നമ്മൾ ഏതൊരു പ്രവർത്തനത്തിൽ നമ്മൾ എഴുതിയാലും കുടുംബത്തിനാണ് പ്രാധാന്യം. കുടുംബം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടെങ്കിൽ കൂടി ഒരു മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഇതുണ്ടായി. ഇപ്പൊ തന്നെ രാവിലെ 8:30-9 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, രാത്രി 8-8:30ക്കാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. പക്ഷെ കുടുംബം നമ്മൾ സെറ്റാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഈ രീതിയിലുള്ള പോകാൻ കഴിയില്ലായിരുന്നു. കാരണം കുടുംബം ഭദ്രമാക്കി കല്യാണം കഴിക്കേണ്ടവരെ കല്യാണം കഴിപ്പിച്ചു, വിദ്യാഭ്യാസം കൊടുക്കേണ്ടവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അതിന് അവരോടൊപ്പം നിന്ന് കഴിഞ്ഞ് അവരെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വലിയ ആലും ചോട്ടിൽ നമ്മൾ അവരെ കെട്ടിയതിന് ശേഷം പൊതുപ്രവർത്തനത്തിൽ ഇത് തന്നെയാണ്. ഒരു വനിതാ നേതാവായി പ്രവർത്തിക്കുമ്പോൾ മാം നേരിട്ട വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ്? വനിതാ നേതാവ് വെല്ലുവിളികളൊന്നും നേരിട്ടിട്ടില്ല. കാരണം വെല്ലുവിളിയിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ല. കാരണം ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു ഞാൻ ഇതുവരെ എൻ്റെ യാത്ര. അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ഈ രീതിയിൽ എത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിൽ കൂടി പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് നമുക്ക് തന്നെ അറിയാമായിരിക്കും. ഞാനാണ് അവിടെ നമ്മുടെ മഹലിൽ വനിതാ വിങ് ഉണ്ടാക്കിയത്. ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം എങ്ങനെയെങ്കിലും ആ മഹലിൽ കൂടി ഒന്നുകൂടി നടക്കും. കാരണം ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടോ, വിഷമിക്കുന്നവരുണ്ടോ, ചികിത്സ കൊടുക്കേണ്ടവരുണ്ടോ, അവരെയൊക്കെ കണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഓരോരോ ഭാഗത്തേക്കും ഓരോരോ ലീഡർമാരെയൊക്കെ ആക്കി നമ്മൾ 22 അംഗ കമ്മിറ്റിയാണ്. അവിടെ ലീഡർമാരെയൊക്കെ ആക്കി ഏതെങ്കിലും വീട്ടിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അസുഖമായി കിടക്കുന്നവരുണ്ടോ, ഇവരൊക്കെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഒന്ന് സോർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും തക്കപ്പെടുത്തി ഞാൻ അവിടെ എത്തിച്ചേരും. അവർക്ക് വേണ്ട സഹായങ്ങൾ PTH മുഖാന്തരം കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഭക്ഷണത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതേ രീതിയിലുള്ള ഭക്ഷണ കിറ്റുകളല്ലാതെ ഒരു കടകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം ഇതിലാണ്, അല്ല സംഘടന ബേസിലൊന്നും അല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനൊരു പ്രയാസത്തിലേക്ക് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല.